നമസ്കാരം. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ വർക്കല അതാ മഞ്ഞ അണിഞ്ഞിരിക്കുകയാണ്. എവിടെ നോക്കിയാലും മഞ്ഞയാണ് കാണാനുള്ളത്. നമ്മളിപ്പം മഠത്തിൽ സമാധി സ്ഥലത്താണ് നിൽക്കുന്നത്. സ്വാമിയുണ്ട്. സ്വാമി, ഞാനിപ്പോൾ വന്നപ്പോഴത്തേക്ക് കണ്ടത് ഈ കലശത്തിന് വേണ്ടിയിട്ട് ഈ ഇലയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കലശം, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇതിപ്പോൾ ഇവിടെ ഭഗവാന്റെ മഹാസമാധിയിൽ പ്രതിഷ്ഠ നടത്തിയതിൻ്റെ 58ാമത് വാർഷിക ദിനമാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചാണ് കലശപൂജകളിലും നമ്മളിവിടെ പ്രതിഷ്ഠാകാലം തൊട്ട് ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠ സമയത്ത് തൊട്ട് കലശ അഭിഷേകാദ്യമുണ്ട്. നമ്മൾ വ്യത്യസ്തമായിട്ടുണ്ട് ഇവിടെ കുംഭാഭിഷേകം എന്ന് പറഞ്ഞാൽ പുഷ്പം കൊണ്ടുള്ള അഭിഷേകമാണുള്ളത്. കലശ പൂജയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ കലശം കീർത്തി ആയുസ് പ്രജ്ഞാം മേധാം ശ്രീംബലം യോഗ്യതാം പാപഹാനിഞ്ച പുണ്യവൃത്തിഞ്ച സാധ്യ എന്നാണ് തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദേവന്റെ ചൈതന്യത്തിന് ഏതെങ്കിലും ലോപം സംഭവിച്ചാൽ അത് വർദ്ധിപ്പിക്കും. പക്ഷേ ഇവിടെ മഹാസമാധി പീഠമാണ്. പക്ഷേ എങ്കിൽ അത് ആചാരത്തിന്റെ ഭാഗമായി മാത്രമല്ല, ഭഗവാന്റെ ചൈതന്യം ഇവിടെ മഹാസമയത്തെ സ്വർഗമായി കാണുന്ന സമൂഹമാണ്. പക്ഷേ എങ്കിലും നമ്മൾ ആചാരം ഭക്തന്മാരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു ചടങ്ങാണ്. അപ്പോൾ അതിന് നമ്മൾ അവിടെ പൂജിച്ചിട്ട് 108 കലശം പൂജിച്ച് എല്ലാ കലശത്തിലും പുഷ്പം നിറച്ച് ആ ചൈതന്യം ഇവിടെ കൊണ്ടുവന്ന് ഈ ഭഗവാന്റെ സമാധി പിണ്ഡത്തിൻ്റെ പ്രത്യേക ഒരു ഉപാധി വെച്ചിട്ട് ശിലാപീഠം വെച്ചിട്ടുണ്ട്. ആ ശിലയിലേക്ക് അഭിഷേകിക്കും. ഇവരാണ് ചെയ്യുന്നത് പറഞ്ഞു. ഇവർ കോട്ടയത്ത് നിന്ന ആൾക്കാരാണ്. എല്ലാ വർഷവും ഇവർ തന്നെയാണ്. അവരെല്ലാം നമ്മുടെ കൂടെ പൂജ. ഞാനിപ്പോൾ ഇവിടെ ശ്രീകുടത്തിലെ താന്ത്രിക ആചാര്യസ്ഥാനം വഹിക്കുന്ന ആളാണ്. അപ്പൊ എന്നോടൊത്ത് സഹകരിക്കുന്ന വൈദികന്മാരാണ് അവരൊക്കെ. സ്വാമി എന്റെ പറഞ്ഞു ചൈതന്യം നഷ്ടപ്പെട്ട ശക്തി പോസിറ്റീവ് പോകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കിപ്പോ ഗുരുദേവന്റെ അവിടെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട. കാരണം ഗുരു പരിപൂർണ ചൈതന്യമാണ്, ഗുരു പരബ്രഹ്മമാണ്. പക്ഷെ എങ്കിലും സജ്ജനങ്ങൾക്ക് ഭക്തന്മാരുടെ അതിനു വേണ്ടിയാണ് നമ്മളോട് ഇവിടെ ഗുരുവിന്റെ മഹാസമാധി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഭക്തന്മാർക്ക് വേണ്ടി അതിൻ്റെ ഒരു ആചാരത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. ഇവിടെ പ്രത്യേകിച്ച് അതിനേക്കാൾ ഉപരിയായ ഒരു ചൈതന്യമാണെങ്കിൽ നമ്മൾ ആ ഭക്തന്മാർക്ക് വേണ്ടി സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നുള്ളൂ. മറ്റു ക്ഷേത്രവിധാനത്തിനെ ആയിട്ട് കൂട്ടേണ്ട കാര്യമില്ല. ഏതായാലും ഞങ്ങൾ വന്നപ്പോൾ കണ്ട ഒരു കൗതുകം കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ സ്വാമി പറഞ്ഞു, സ്വാമി കണ്ടായി, സ്വാമി വ്യക്തമായിട്ട് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്വാമിയെ കാണാൻ. എന്തായാലും നന്ദിയുണ്ട്. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീ മാരാർ സൈനിങ് ഓഫ്.